എന്താടി നീ വരാൻ പറഞ്ഞ പെട്ടെന്ന്? നിനക്ക് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത അറിയാവോ? എന്ത് പ്രത്യേകത? എടാ, ഇന്ന് അമ്മയുടെ ബർത്ത്ഡേ ആടാ. ഞാൻ അമ്മയോട് സംസാരിച്ചപ്പോഴാ അറിയുന്നേ. ഒന്നും അറിഞ്ഞില്ല, ഒരു ഗിഫ്റ്റ് പോലും വാങ്ങിക്കാൻ പറ്റിയില്ല. ഓ, ബർത്ത്ഡേയാ? ഇവിടെ അങ്ങനെ ആഘോഷിക്കാറൊന്നും ഇല്ലടി. ഇത്രയും നാളും ആഘോഷിച്ചില്ലെങ്കിൽ വേണ്ട. ഇപ്പൊ ഞാൻ വന്നിട്ട് ആദ്യത്തെ ബർത്ത്ഡേ അല്ലേ, എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണ്ടേ? മന്ദണ്ടായോണ്ട് എന്റെ അക്കൗണ്ടിൽ ക്യാഷും ഇല്ലടി. അനി ഞാൻ നിന്റെ അടുത്ത് പൈസ ചോദിച്ചോ? ഇതാ, ഇനിയിപ്പോ പോവാനൊന്നും സമയമില്ല. ഞാൻ വിചാരിച്ച അമ്മയ്ക്ക് ഇതാ ഈ മോതിരം അങ്ങ് കൊടുക്കാന്ന്. കണ്ടോ? എടി, ഇത് നീ ആഗ്രഹിച്ച് പണിയിച്ച മോതിരല്ലേ, നീ ഒരിക്കൽ പോലും ഇട്ടിട്ടില്ലല്ലോ. അതിനിപ്പോ എന്താ, സാരമില്ല. ഇതൊന്നും കൊടുക്കണ്ട അമ്മയ്ക്ക്. അമ്മയ്ക്കല്ലേ? അമ്മയുടെ ഉണ്ടെങ്കിൽ എനിക്കും അമ്മയ്ക്ക് മാറി മാറി ഇടാലോ. എനിക്ക് ആവശ്യമുള്ളപ്പെടുത്തി ഇടാലോ അമ്മ എടുത്തുനിന്ന്. പിന്നെ ദാ ഈ സാരി, ഇതും പുതിയതാ, ഞാൻ യൂസ് ചെയ്തിട്ടില്ല. എടി, ഇത് നമ്മളന്ന് ബാലനഗരത്ത് പോയപ്പോ വാങ്ങിച്ച സാരിയല്ലേ. അതിനിപ്പോ എന്താ? എക്സ്പെൻസീവ് ആയിട്ടുള്ള സാരി ഒന്നും അമ്മ കൊടുക്കത്തില്ലടി. നമുക്ക് വേറെ മേടിച്ചു കൊടുക്കാം. എക്സ്പെൻസീവ് കൊടുക്കത്തില്ലെങ്കിൽ ഇന്ന് അമ്മ ഇത് കൊടുക്കട്ടെ. നീ ഇത് ആഗ്രഹിച്ച് വാങ്ങിച്ചല്ലേ, അപ്പൊ അതങ്ങ് ഇരുന്നോട്ടെ, നിന്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ. എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അമ്മ എടുത്ത് കൊടുത്തോളാം. ഈ വീട്ടിലുള്ളതല്ലേ ഇത്, വേറെ എവിടെ പോവാൻ? എനിക്ക് ആവശ്യമുള്ളപ്പോഴല്ലേ. ഞാൻ അങ്ങനെ എപ്പോഴും കൊടുക്കത്തില്ല, കണ്ടിഷ്ടം കൊണ്ട് പിന്നെ വാങ്ങിച്ചെന്നേ ഉള്ളൂ. അമ്മയ്ക്ക് കൊടുക്കാം. ഇനിയിപ്പോ വേറെ ഒന്നും വാങ്ങാൻ ഇപ്പൊ എന്തായാലും പെട്ടെന്ന് നമുക്ക് പറ്റൂല. അമ്മയ്ക്കൊരു സന്തോഷമാവട്ടെ. ബാ, നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ, എന്താന്ന് വെച്ചാൽ. അമ്മ, ഹാപ്പി ബർത്ത്ഡേ. ബർത്ത്ഡേയാ? ഇത് ഞങ്ങളുടെ വരെ ഗിഫ്റ്റ്. ഗിഫ്റ്റ് മോനെ, ഇത് എന്തിനാ ഇത്രയും വില കൂടിയ സാരി? അത് സാരല്ലമ്മേ, വല്ലപ്പോഴല്ലേ. എന്തിനാ ഇത്രയും വില കൂടിയതൊക്കെ എടുത്തേ? എങ്ങനെയുണ്ടമ്മ ഗിഫ്റ്റ്? ഇഷ്ടമായോ? ഇഷ്ടപ്പെട്ടു. നല്ല സാരി. ഞാൻ അപ്പുറത്തോട്ട് പോയിട്ട് വരാം. ആ ശരി മോനെ, ശരി പോട്ടെ. ഹലോ അമ്മ, എന്തെങ്കിലും എമർജൻസി ആയിരുന്നോ? ഞാൻ ഇപ്പൊ തിരിച്ചു വിളിക്കാം. ഇവിടുത്തെ അമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു, അപ്പൊ ഞാൻ വിഷയം നിൽക്കുമായിരുന്നു. ഞങ്ങൾ ഗിഫ്റ്റ് കൊടുക്കാൻ പോവായിരുന്നു. ശരി. ഒരു മോളെ, പറയുമ്പോ നമ്മുടെ പിറന്നാളായിരുന്നടി. നീ ചേട്ടൻ സാരിയൊക്കെ വാങ്ങിച്ചോണ്ട് തന്നു. 4000 രൂപ വിലയുള്ള സാരി അടി മോളെ. എന്നിട്ട് തമ്പുരാട്ടില്ലോ കൂടെ ഉണ്ടായിരുന്നു. ഇവിടെ എനിക്ക് അവൻ ഗിഫ്റ്റ് തരുമ്പോഴത്തേക്കും കൂടെ നിൽപ്പുണ്ടായിരുന്നു. പക്ഷെ തമ്പുരാട്ടിക്ക് പിടിച്ചില്ലെന്നാ തോന്നണത്. മോന്തേ തെളിയാതെ ഒറ്റ പോക്കകത്തോട്ട്. എനിക്കൊരു പുതിയ സാരി എടുക്കണമായിരുന്നു. അതിനെന്താ, ഈ സാരി മോളെടുത്തോ? ഇത്ര വില കൂടിയ സാരിയൊക്കെ അമ്മ കൊടുത്തോണ്ട് ഇവിടെ പോകാൻ പോകുന്നു. ഇത് മോളെടുത്തോ? ഇനി വേറെ വാങ്ങിക്കൊന്നും വേണ്ട, മോൾക്ക് കൊടുക്കാം. ഇത് നല്ല സാരി. അവനിപ്പോ അമ്മയുടെ വില മനസ്സിലേക്ക് അടിപൊളി ആണടി. അതാ ഇതുവരെ ചെയ്യാത്തൊക്കെ ചെയ്യണം. അവന് അമ്മയുടെ വില മനസ്സിലായിട്ടുണ്ട്. പൂതനയുടെ കൂടെ അല്ലേ താമസം? എന്തു പറ്റി? പ്രേമിച്ച് കെട്ടിയപ്പോഴേ ഞാൻ ഓർത്തതാ ഇങ്ങനെയുള്ള താടകയായിരിക്കും അവന് കൂടെ വരുന്നത്. നീ വിഷമിക്കാതെ, അവരെ വിവരിക്കുന്നത് കൊണ്ടാണ് അവർ പറയുന്നത്. ഞാൻ എന്റെ ആദ്യമേ പറഞ്ഞല്ലേ നമ്മൾ കൊടുക്കേണ്ടത്. അവര് പറയണായിട്ട് നീ സങ്കടപ്പെടുന്നുണ്ട്. എനിക്കറിയാലോ തന്നെ. അയ്യോ, സങ്കടം കൊണ്ട് കരയുമൊന്നുമില്ല. ഇത് ആനന്ദാശ്രവാ. 4000ന്റെ സാരി കൊടുത്തപ്പോ എന്നെ പറ്റി പറഞ്ഞ ഡയലോഗ് കേട്ടു. അപ്പൊ ഞാൻ ഇത്രയും വില പിടിപ്പുള്ള ഈ മോതിരം കൊടുത്തിരുന്നെങ്കിൽ എന്തൊക്കെ ഞാൻ കേൾക്കേണ്ടി വന്നേനെ ഇന്ന്. എന്തായാലും ഞാൻ അവരെ കൊന്നേനെ. അങ്ങനെ ഞാനൊരു കൊലപാതകം ഇന്ന് ആയില്ലല്ലോ എന്നുള്ള സന്തോഷം കൊണ്ടുള്ള കണ്ണീരാണ് ഈ വരുന്നത്, ആനന്ദാശ്രവം. അല്ലാതെ സങ്കടം കൊണ്ടൊന്നും അല്ല. പോട്ടെ എന്ന് വെക്കുമ്പോഴത്തേക്കും എന്തായാലും ഞാൻ അവരെ കൊന്നേനെ.